നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൺമുമ്പിൽ അയാളെ കാണുമ്പോൾ അവള് നിഷേധമൊന്നും പറയില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. എനിക്ക് പേടിയുണ്ട്. എന്തിന്? രാധിക മോളെ കുറിച്ച് അകാരണമായൊരു പേടി കുറച്ചു നാളായിട്ട് തന്റെ മനസ്സിലുണ്ട്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? അല്ല, പലപ്പോഴും രാധിക മോളുടെ കാര്യം സംസാരിക്കുമ്പോ ഒരു വിശ്വാസക്കുറവ് തന്റെ മുഖത്തുണ്ട്. എന്താണോ കാര്യം? ഒന്നുമില്ല ദേവേട്ട, നമ്മളെ വിട്ടു പോകാൻ അവൾക്ക് മടിയാണല്ലോ. കാര്യം വല്ലതും പറഞ്ഞ്. ഇതാണോ കാര്യം? മോളെയൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. നാളെ രാവിലെ തന്നെ അവര് വരും. അതിനു മുമ്പ് അമ്മയോട് എനിക്കൊന്ന് സംസാരിക്കണം. അല്ല, അത് ഞാൻ ചെയ്തോളാം. എത്രയും പെട്ടെന്ന് ഇതൊന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അമ്മ അവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. ആ, ഭഗവാൻ എല്ലാം നടത്തി തരുന്നേ. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേന്ന് മോളെന്താ ചോദിക്കാത്തെ? എന്തിനാ ചോദിക്കുന്നെ? കഴിഞ്ഞ ദിവസത്തെ പോലെ ഏതേലും ഒരു വയസ്സൻ വരുന്നുണ്ടാവും മുത്തശ്ശി പറഞ്ഞിട്ട്. അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കാനല്ലേ? അങ്ങനെ ഒരു വയസ്സൻ ഇനി വരാൻ അച്ഛൻ സമ്മതിക്കൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. എന്നെ നടതള്ളം തീരുമാനിച്ചല്ലേ. അതിപ്പോ ആരുടെ കൂടെ ആയാലെന്താ? അങ്ങനെയൊന്നുമില്ല കുട്ടി. വിവാഹത്തിന് തിടുക്കം കാണിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് നിനക്കും അറിയാം. ഉള്ളില് തീയ. നിന്റെ ഭാഗത്ത് നിന്ന് തെറ്റായ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായാല് പ്രിയങ്കമോളുടെ ജീവിതം അതോടെ ഇല്ലാതാവും. നമ്മുടെ കുടുംബവും. യശോദേ, എന്തായി? ഇന്നും ഏതെങ്കിലും വയസ്സനാണോ വരുന്നേന്നാ ഇവള് ചോദിക്കുന്നേ. അതങ്ങ് ക്ഷമിച്ചു കളഞ്ഞേക്കാൻ അച്ഛൻ പറഞ്ഞതല്ലേ. ഇന്ന് വരുന്ന ആളെ കാണുമ്പോ മോള് ഞെട്ടും. മോക്ക് ഇതിനേക്കാൾ ചേർന്നൊരു ബന്ധം വരാനില്ല. മോളെ, പെൺകുട്ടികൾ വളർന്നു വലുതാകുമ്പോ കുറെ നാള് അവള് കുഞ്ഞല്ലേ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് കൊഞ്ചിക്കാനും ലാളിക്കാനായിരിക്കും അച്ഛനമ്മമാരുടെ താല്പര്യം. പക്ഷെ അല്പം കൂടി കഴിയുമ്പോ മനസ്സിൽ വല്ലാത്തൊരു ആദ്യം അങ്ങ് കയറും. അതെപ്പോഴാ അവസാനിക്കുക? കതിർ മണ്ഡപത്തിൽ വെച്ച് നിങ്ങളുടെ കയ്യ് ഒരാളെ പിടിച്ച് ഏൽപ്പിക്കുമ്പോഴാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. പ്രിയങ്കയെ സുരക്ഷിതമായ ഒരാളെ ഏൽപ്പിച്ചതുപോലെ നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും നോക്കി അച്ഛനും അമ്മയ്ക്കും മനസ്സമാധാനത്തോടെ ഇരിക്കാം. അച്ഛൻ പറഞ്ഞ മോക്ക് മനസ്സിലായോ? എന്താ ദേവ ഒരു ഉപദേശമൊക്കെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.